ഞാൻ റിട്ടയർഡ് DYSP ശ്രീ അശോകനിലേക്കാണ് വരുന്നത്. ശ്രീ അശോകൻ, അന്വേഷണ സംഘത്തിന് കൃത്യമായ അഭിനന്ദനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഷുക്കൂർ വക്കീൽ അത് വളരെ സ്പഷ്ടമായി നേരത്തെ തുടക്കത്തിൽ തന്നെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ദുരൂഹ മരണം, ആത്മഹത്യ എന്ന നിലയിലേക്കൊക്കെ ചുരുങ്ങിപ്പോകാമായിരുന്ന ഒരു കേസിനെയാണ് ഈ വിധത്തിലേക്ക്, അതിൽ ദൃക്സാക്ഷികളില്ല, സാഹചര്യ തെളിവുകൾ മാത്രം, ഡിജിറ്റൽ തെളിവുകൾ മാത്രം, ഇതിനെല്ലാം കോർത്തിണക്കി, മാത്രമല്ല ജൂറിസ്ഡിക്ഷൻ തർക്കം പറഞ്ഞ് സുപ്രീം കോടതി വരെ പ്രതിഭാഗം പോയ കേസ് കൂടിയാണിത്. കേരളത്തിൽ നിന്ന് ഈ കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു വാദം തന്നെ പ്രതിഭാഗം എടുത്തിരുന്നു. അത് സുപ്രീം കോടതി വരെ പോയി. അതടക്കം കണ്ടുകൊണ്ട് അന്വേഷണ സംഘത്തിനും പിന്നാലെ പ്രോസിക്യൂഷനും ഒക്കെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഏത് നിലയിലാണ് അന്വേഷണ സംഘത്തിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളിലെ പ്രത്യേകതകളെ ഏത് പോയിൻ്റ് ചൂണ്ടിക്കാട്ടിയാവും താങ്കൾ സംസാരിക്കുക? അതാണ് വളരെ ബ്രില്യൻ്റായി അവരതിൽ ചെയ്തു വെച്ചത് എന്നൊരു പക്ഷേ സാധാരണക്കാർക്ക് കുറേ കൂടി മനസ്സിലാകുന്ന വിധത്തിൽ ആ ടീമിൻ്റെ വർക്കിൽ താങ്കൾ ശ്രദ്ധിച്ചൊരു പോയിൻ്റ് പ്രത്യേകം എടുത്തു പറയാനുണ്ടോ? ആദ്യമേ ശരത്ചന്ദ്രൻ പറഞ്ഞതും വൃന്ദാക്കാരായിട്ട് പറഞ്ഞതും ഒരു കാര്യം, ഒരു ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ 2 കോർണറിൽ നിന്നുണ്ടായ 2 കേസാണ്. ആ കൽക്കട്ട കോടതി പറയുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല. അതേസമയം കേരളത്തിലെ കോടതി പറഞ്ഞ് ഇത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന്. ഇതാണ് 2 ഇതിനകത്തുള്ള കോടതി വിധിയിൽ വന്നത്. ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഒരു അതിക്രൂരമായ രീതിയിൽ ഒരു MBBS സ്റ്റുഡൻസ് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തി. ഇവിടെയും അത്ര ഈ പറഞ്ഞ പോലെ വിഷം കലക്കി ഈ പറഞ്ഞ പോലെ വെറുതെ. ഇതിനകത്ത് എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ അഡ്വക്കേറ്റ് ഷുക്കൂർ വക്കീൽ പറഞ്ഞ പോലെ ഇതിൻ്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ പഴുതടച്ച് ചെയ്ത പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ മികവും, 2 ഇതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ട്രിവാൻഡ്രം സിറ്റിയിലൊക്കെ കൂടുതൽ ജോലി ചെയ്തതാണ്. അദ്ദേഹം മിനി സാർ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഉപദേശകനും കൂടെയാണ്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് വർക്കല സലിം ഖാന്റെ കേസിലും, മാറ്റിങ്ങൽ ഡബിൾ മർഡർ കേസ്, ഹരിഹരവർമ്മ കേസ്, അതുപോലെ ഈ കേസുകളെല്ലാം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു. പല കേസുകളിലും നമുക്കൊരു സഹായിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്ക് നല്ല ഉറപ്പായിരുന്നു. ഈ കേസ് എന്തായാലും ഒരു ശിക്ഷ ഉറപ്പാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അന്ന് ഇതായിരുന്നു. എൻ്റെ എനിക്ക് ശേഷം വന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് ജോൺസണും അതുപോലെ പിന്നെ ഇവിടെ അഡീഷണൽ SP ആയിരുന്ന സുൽഫിക്കറും, അതിന് നേതൃത്വം നൽകിയ ശില്പ മാഡം, പിന്നെ രാസിത്ത് എൻ്റെ SI ആയിരുന്നു. അവരൊക്കെ ഇതിനകത്ത് കാണിച്ചൊരു ഇൻട്രസ്റ്റ്. ഇതിനകത്ത് ആദ്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് പറ്റിയ അബദ്ധം, ഈ പെൺകുട്ടി ഇത് കൊടുത്തു, ഇവർ ആശുപത്രിയിലായി. ഈ യഥാർത്ഥത്തിൽ കിട്ടിയ ഫസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ഷാരോണിൻ്റെ ഒരു കൂട്ടുകാരൻ കൊടുക്കുകയാണ്. കൂട്ടുകാരനാണ് ഇതിൽ നിന്ന് പിടിച്ചോണ്ട് അവിടെ നിന്ന് മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവരുന്നത്. ആ സ്കൂട്ടറിൽ വെച്ച് ഛർദ്ദിക്കുന്നു, മോട്ടോർ സൈക്കിളിൽ വെച്ച് ഛർദ്ദിക്കുന്നു, പച്ചവറത്തിൽ. ആ ഒറ്റൊരു മൊഴിയിൽ പിടിച്ചാണ് ഇൻവെസ്റ്റിഗേഷനും പ്രോസിക്യൂഷനും ഇതിലേക്ക് വന്നത്. 2, ഈ 11 ദിവസം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. ഒരല്പമെങ്കിലും ഈ പെൺകുട്ടിക്ക്, ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ആ പയ്യനോട് ഇത്രയും കാലം പ്രേമിച്ച ആ പയ്യനോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ മെഡിക്കൽ കോളേജിലെങ്കിലും അഡ്മിറ്റ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ വിളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെ പബ്ലിക്കായിട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ മതി, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഇത് പരിഗണിച്ചനെ, പ്രോസിക്യൂഷനും പരിഗണിച്ചനെ, കോടതിയിലെ പരിഗണനയും വന്നനെ. തീർച്ചയായും ഈ 3 പേരുടെ പരിഗണന വരിക ഇപ്പോൾ ഈ മറ്റേ ഈ പറഞ്ഞ പോലെ പിന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൽ നിന്നും ഈ ഗ്രീഷ്മയ്ക്ക് ഒഴിവാക്കാമായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ചിലപ്പോൾ ഒരു ജീവപര്യന്തം തടവിലേക്ക് മാറാമായിരുന്നു. കാരണം ഗ്രീഷ്മയാണ് അതിനകത്ത് പ്രധാന എവിഡൻസായി വരുന്നത്. അതായത് ഒരു ഈ പറഞ്ഞ കുറ്റസമ്മത മൊഴിയെന്ന് നമ്മൾ പറയും, അത് എൻ്റെ കയ്യിലിരുന്ന് ഈ കൊടുത്ത ഇതെന്ന് പറഞ്ഞ പാരക്കിറ്റ് എന്ന് പറയുന്ന ഒരു തരം കീടനാശിനിയാണ്. അത് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടുന്നത് ഇതൊരു 300 mg അകത്ത് പോയാൽ അപ്പോൾ 50-60% ആൾ മരണപ്പെടും. ഈ പാരക്കറ്റ് എന്ന് പറയുന്നത് D2 പിന്നെ സാൾട്ട് എന്നൊക്കെ പറയും ഒരു സാധനം. ഇത് കേരളത്തിൽ നിരോധിച്ച ഒരു സാധനമാണ്. ഇത് നിരോധിച്ച്, അതായത് ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയൊക്കെ അതിന് റെക്കമെൻഡേഷൻ കൊടുത്തു. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതൊക്കെ പിന്നെയുള്ള കാര്യം. ഇതിനകത്ത് ഈ പെൺകുട്ടി ആദ്യം ഈ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഡോളോ ഒക്കെ ഇത് കലക്കി കൊടുത്തു നോക്കി, മരിച്ചില്ല. അതാണ് പിന്നെ പോലീസും അത് പ്രോസിക്യൂഷനും കോടതിയും പ്രധാനമായി പരിഗണിച്ചത്. ആദ്യം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ഈ പാരസെറ്റമോളൊക്കെ അധികം കൊടുത്തെന്നും പറഞ്ഞ ആൾ മരിക്കില്ല, ചിലപ്പോൾ ഫെയിൻ്റായി പോകും, ചിലപ്പോൾ ബോധം കെട്ട് വീഴുമെന്നുള്ളതല്ലാതെ ഈ മരണം
എക്സാൻ വലിയ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വരുള്ളൂ. ഓക്കെ. പക്ഷേ രണ്ടാമത് ഈ കുട്ടി സെർച്ച് ചെയ്ത് 23 പ്രാവശ്യം ഈ പറഞ്ഞ പിന്നെ കീടനാശിനി നല്ല പറയുന്ന കളനാശിനി, ഈ കളനാശിനിയുടെ ഈ പാരക്കറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെർച്ച് ചെയ്ത് എടുത്ത് അവിടുന്ന് അമ്മാവനെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതിന് കലക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനകത്ത് ഏറ്റവും വലിയ തെളിവ് പോലീസ് കണ്ടെത്തിയത്, ഇത് കലത്തിയ ശേഷം അതിന് മുമ്പ് ഇതിൻ്റെ പുറത്ത് ബോട്ടിലിൻ്റെ പുറത്തിരുന്ന ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ട് ഇത് ഈ ഷാരോൺ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് കൊടുത്ത ശേഷം ഇവളിത് വലിച്ചെറി കഴിഞ്ഞു. അമ്മ വലിച്ചെറിഞ്ഞെന്നും പറയുന്നുണ്ട്, ഇവള് വലിച്ചെറിഞ്ഞെന്നും. എന്തായാലും ഇത് രണ്ടും ശരി, ഫോറൻസിക് തെളിവിൽ പോലീസിന് കിട്ടിയതൊരു വലിയൊരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി ഞാൻ പറയാൻ പോകുന്നത്, ഇവിടെ മെഡിക്കൽ കോളേജിൽ നടത്തിയ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയ അവരുടെ എല്ലാം തെളിവ് ഈ കീടനാശിനിയാണെന്ന് തെളിയുകയും അവരെന്ത് ചെയ്തു, അത് കോടതിയിൽ വന്ന് വ്യക്തമായ രീതിയിൽ സാക്ഷി മൊഴി കൊടുക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അത് ഈ കേസിനെ വളരെ നിർണായകമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, കോടതിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്.